രേണു സുധി ഇന്ന് സോഷ്യൽ മീഡിയയിലെ ഏറ്റവും വലിയൊരു ചർച്ചാ വിഷയമാണ്. ഒരു വലിയ സെലിബ്രിറ്റി ആയെന്ന് തന്നെ പറയാം. കാരണം വിവാദങ്ങളാണ് രേണു സുധിയെ ഇത്രത്തോളം സെലിബ്രിറ്റി ആക്കിയതെന്ന് തന്നെ വ്യക്തമാവുന്നതാണ്. കൊല്ലം സുധിയുടെ മരണത്തോടു കൂടിയാണ് രേണു സുധി ക്യാമറകൾക്ക് മുന്നിലേക്ക് എത്തുന്നത്. തനിക്ക് ജീവിക്കാനുള്ള ഒരു ഉപാധിയായാണ് അതിനെ കണ്ടത്. പക്ഷേ അത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചു. പിന്നാലെ താരത്തിന് വെച്ചുകൊടുത്ത വീടും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. കൊല്ലം സുധിയുടെ മരണശേഷം ഫേസ്ബുക്ക് കൂട്ടായ്മയായ KHTC ആണ് കോട്ടയത്ത് നടന്റെ മക്കൾക്കായി വീട് നിർമ്മിച്ചു നൽകിയത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി KHTC നൽകിയ വീടിനെ വിമർശിച്ചാണ് സുധിയുടെ ഭാര്യ രേണുവും അവരുടെ പിതാവായ തങ്കച്ചനും അഭിമുഖങ്ങളിൽ സംസാരിച്ചത്. ഇത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചു. KHTC എന്ന സംഘടനയെയും അതിന്റെ ഭാരവാഹിയായി ഫിറോസിനെയും അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള സംസാരവും രേണുവിൽ നിന്നും പിതാവിൽ നിന്നും ഉണ്ടായിരുന്നു. മാത്രമല്ല സുധിലയും ഗിഫ്റ്റഡ് ബൈ KHTC എന്ന നെയിം ബോർഡ് വീടിന് മുന്നിൽ സ്ഥാപിച്ചതും വിമർശിക്കപ്പെട്ടിരുന്നുണ്ട്. എന്നാൽ ഇതോടെ സുധിലയം ഇന്ന് എഴുതിയ ബോർഡ് നീക്കം ചെയ്തിരിക്കുകയാണ് ഫിറോസ്. ബോർഡ് മാറ്റാനായി തന്റെ വർക്കേഴ്സ് ഫിറോസ് അയച്ചപ്പോൾ രേണുവിന്റെ പിതാവ് എതിർത്തിരുന്നു. ഏറെ നേരം വാശി പിടിക്കുകയും ചെയ്തു. അവസാനം ഫിറോസ് സുധിയുടെ മൂത്ത മകൻ കിച്ചുവിനെ കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തി സമ്മതം വാങ്ങിയ ശേഷമാണ് ബോർഡ് നീക്കം ചെയ്തത്. അതുപോലെ തന്നെ രേണുവിനും കുടുംബത്തിനുമെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നുണ്ടെന്നാണ് ഫിറോസ് പറയുന്നത്. എന്റെ കമ്പനി അപകീർത്തിപ്പെടുത്തിയതിന് എതിരെയുള്ള നിയമ നടപടി സ്വീകരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ബിഷപ്പ് നോബൽ ഫിലിപ്പും അവർക്കെതിരെ മാനനഷ്ടത്തിന് നിയമ നടപടി സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാണെന്നാണ് ഫിറോസ് പറയുന്നത്.